ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോഡ് ഫൗണ്ടേഷൻ. ഒളിമ്പ്യാഡുകൾ എന്നുള്ളൊരു ടേം നിങ്ങൾ പലപ്പോഴായി പലയിടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒളിമ്പ്യാഡ്സിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. എന്താണ് ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്നത്, ആർക്കൊക്കെയാണ് ഒളിമ്പ്യാഡ്സ് എഴുതാൻ പറ്റുക, ഏത് സമയത്താണ് ഒളിമ്പ്യാഡ്സ് നടക്കുക, അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ബേസിക്കലി എന്താണ് ഒളിമ്പ്യാഡ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒളിമ്പിക്സ് എന്ന് കേട്ടിട്ടില്ലേ അല്ലെ? ലോകത്തിന്റെ ഡിഫറെന്റ് ഭാഗത്തു നിന്നുള്ള അത്ലറ്റുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്ന കോമ്പറ്റീഷനാണ് നമ്മൾ ഒളിമ്പിക്സ് എന്ന് പറയാറുള്ളത്. എങ്കിൽ അതുപോലെ തന്നെ ലോകത്തിന്റെ ഡിഫറെന്റ് ഭാഗങ്ങളിൽ നിന്നുള്ള അടിപൊളിയായിട്ടുള്ള മക്കൾ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ, മാത്സിലും സയൻസിലും അതുപോലെ തന്നെ ലാംഗ്വേജസിലും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്ന കോമ്പറ്റീഷനെയാണ് നമ്മൾ ഒളിമ്പ്യാഡ്സ് എന്ന് പറയാറുള്ളത്. ഈ ഒളിമ്പ്യാഡ്സ് ജനറലി നമുക്ക് രണ്ട് ടൈപ്പായി കാറ്റഗറൈസ് ചെയ്യാം, which are ഗവൺമെന്റ് ഒളിമ്പ്യാഡ്സ് ആൻഡ് പ്രൈവറ്റ് ഒളിമ്പ്യാഡ്സ്. പേരിൽ തന്നെ മാറ്റം എന്താന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഗവൺമെന്റിന്റെ അണ്ടറിൽ നടക്കുന്ന ഒളിമ്പ്യാഡുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഓർഗനൈസേഷൻസോ കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡുകളും. അപ്പൊ നമുക്ക് നോക്കാം ഗവൺമെന്റ് ഒളിമ്പ്യാഡ്സ് എന്നാൽ എന്താണ്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഒളിമ്പ്യാഡുകൾ ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി ഗവൺമെന്റ് ഒളിമ്പ്യാഡുകൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഒളിമ്പ്യാഡുകൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുക രണ്ടെണ്ണമാണ്, മാത്സ് ഒളിമ്പ്യാഡും അതുപോലെ തന്നെ സയൻസ് ഒളിമ്പ്യാഡും. മാത്സ് ഒളിമ്പ്യാഡും സയൻസ് ഒളിമ്പ്യാഡും ഒരു ലോക്കൽ ലെവലിൽ നിന്നും തുടങ്ങിയിട്ട് ഇന്റർനാഷണൽ ലെവൽ വരെ മത്സരിക്കാൻ പറ്റുന്ന കോമ്പറ്റീഷൻസ് ആണ് ഈ പറയപ്പെട്ട മാത്സ് ഒളിമ്പ്യാഡും സയൻസ് ഒളിമ്പ്യാഡും. ഇതിനെക്കുറിച്ചുള്ള വളരെ ബേസിക് ഡീറ്റെയിൽസ്. ഒന്നാമത്തെ കാര്യം, ഇതാരാണ് കണ്ടക്ട് ചെയ്യുന്നത്? HBCSEയുടെ അണ്ടറിലാണ് ഇന്ത്യയിൽ ഒളിമ്പ്യാഡ്സ് കണ്ടക്ട് ചെയ്യപ്പെടാറുള്ളത്, അഥവാ ഹോമി ഭാഭ സെന്റർ ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ അണ്ടറിൽ. അതിൽ ഫിസിക്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെയും മാത്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒക്കെ ഹെൽപ്പുകൾ പല ലെവലുകൾ കണ്ടക്ട് ചെയ്യുന്നതിൽ ഉണ്ടാവാറുണ്ട്. എങ്കിലും അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് HBCSE ആണ്. ആൻഡ് ആർക്കാണ് ഈ ഒളിമ്പ്യാഡുകളിൽ പങ്കെടുക്കാൻ പറ്റുക? ഈ ഒഫീഷ്യൽ ഒളിമ്പ്യാഡുകൾ സാധാരണയായിട്ട് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 8ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒളിമ്പ്യാഡ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരൊറ്റ എക്സാം ആയിട്ടല്ല ഉണ്ടാവാറുള്ളത്. ഈ പറഞ്ഞ പോലെ ഒരു റീജിയണൽ ലെവലിൽ തുടങ്ങിയിട്ട് ഇന്റർനാഷണൽ ലെവൽ വരെ മത്സരിക്കാൻ തക്ക രീതിയിലാണ് ഈ ഒളിമ്പ്യാഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ആദ്യം മാത്സ് ഒളിമ്പ്യാഡിനെ കുറിച്ച് നോക്കാം. ഈ മാത്സ് ഒളിമ്പ്യാഡ് സാധാരണയായിട്ട് നടക്കാറുള്ളത് സെപ്റ്റംബർ മുതൽ ജൂലൈ വരെയുള്ള ടൈം പീരീഡിലാണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവൽ സെപ്റ്റംബറിൽ ആരംഭിച്ച് ജൂലൈയിലെ ഇന്റർനാഷണൽ ലെവലോട് കൂടിയിട്ടാണ് മാത്സ് ഒളിമ്പ്യാഡ് അവസാനിക്കാറുള്ളത്. ഇതിന് പല സ്റ്റെപ്പുകളുണ്ട്. ഈ മാത്സ് ഒളിമ്പ്യാഡിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് IOQM അഥവാ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് IOQM ആണ്. അതൊരു MCQ എക്സാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യപ്പെടാറുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാം ആയിട്ടായിരിക്കും IOQM കണ്ടക്ട് ചെയ്യപ്പെടുക. അതിൽ നിന്നും ക്വാളിഫൈ ആകുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന സെക്കൻഡ് ലെവലാണ് RMO അഥവാ റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോ അടുത്ത ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ അടുത്ത ലെവലാണ് RMO അഥവാ റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. അതിൽ നിന്നും ക്വാളിഫൈ ആവുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് അഥവാ INMOയിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ഈ INMOയിലും പങ്കെടുക്കുന്ന കുട്ടികൾ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോവല്ല ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ ലെവൽ വിജയിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? IMO ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കും. അഥവാ ഇന്റർനാഷണൽ ലെവലിൽ തൊട്ട് മുമ്പായിട്ട് ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടാവുകയും അതിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന 6 കുട്ടികൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുകയും ചെയ്യും. അപ്പോൾ IOQMൽ തുടങ്ങിയിട്ട് IMOയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ മാത്സ് ഒളിമ്പ്യാഡ് എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം സിമിലർ സ്ട്രക്ചർ തന്നെയാണ് നമ്മളുടെ സയൻസ് ഒളിമ്പ്യാഡിനുള്ളത്. അഥവാ സയൻസ് ഒളിമ്പ്യാഡ് നടക്കാറുള്ളത് നവംബർ ടു ജൂലൈ ആണ്. നവംബർ ടു ജൂലൈ. ഈ നവംബർ ടു ജൂലൈ വരെ നടക്കുന്ന സയൻസ് ഒളിമ്പ്യാഡിലെ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് NSE ആണ്, അഥവാ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ. അപ്പൊ സാറേ, സയൻസ് എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ അല്ലേ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ അല്ലേ? അപ്പൊ അതിൽ ഏതാണ് ഈ എക്സാമിൽ ഉണ്ടാവുക? അപ്പൊ ഈ NSE തന്നെ ഡിഫറെന്റ് ലെവലുകൾ ഉണ്ട്.
എങ്ങനെയാ നോക്കിക്കോ, നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ അതല്ലേ NSC എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം NSCJS അഥവാ ജൂനിയർ സയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ പറഞ്ഞ സയൻസ് ഒളിമ്പ്യാഡ് ഉണ്ടാവാറുണ്ട്. ആൻഡ് NSC ഇൻ ഫിസിക്സ് കണ്ടോ, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, അതുപോലെ തന്നെ ആസ്ട്രോണമി. അപ്പൊ ഈ ഫസ്റ്റ് ലെവലിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പിൽ നടക്കാറുണ്ട്. അതായത് ജൂനിയർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആസ്ട്രോണമി ഈ പറയപ്പെട്ട മേഖലകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾ എഴുതിയ ആ NSCയിൽ നിങ്ങൾ ക്വാളിഫൈ ആയാൽ, നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷനിൽ നിങ്ങൾ ക്വാളിഫൈ ആയാൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് INO അഥവാ ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് ആണ്. ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ്. ഈ ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡിൽ ക്വാളിഫൈ ആകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു എന്ത് ചെയ്യും, ക്യാമ്പ് കണ്ടക്ട് ചെയ്യപ്പെടും. അഥവാ ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്, OCSC അഥവാ ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ്. ഈ ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അതിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ആളുകളെ പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് ക്യാമ്പ്, ഡയറക്റ്റ് ആയിട്ട് കോമ്പറ്റീഷനിലേക്കല്ല, വീണ്ടും ട്രെയിനിങ്ങിന് മുമ്പായിട്ട് ഒരു ക്യാമ്പ് കൂടി അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് കൂടി കണ്ടക്ട് ചെയ്യപ്പെടുകയും അവസാനമായിട്ട് ഇതിന്റെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിൽ അവർ പങ്കെടുക്കുകയും ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് സയൻസ് ഒളിമ്പ്യാഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട മാത്സ് ആൻഡ് സയൻസ് ഒളിമ്പ്യാഡ് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ലെവലുകളിലൂടെയാണ് നടക്കാറുള്ളത്. എങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഒളിമ്പ്യാഡുകളെ കുറിച്ച് നോക്കാം. പ്രൈവറ്റ് ഒളിമ്പ്യാഡുകൾ ആരാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്? പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് ആണ് പ്രൈവറ്റ് ഒളിമ്പ്യാഡുകൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പം ഇത് എപ്പോഴാണ് നടക്കുന്നത്, ഇത് ഏത് ക്ലാസ്സിലാണ് പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നത്, അത് എന്ത് ചെയ്യും, നിങ്ങൾ പങ്കെടുക്കുന്ന ഓർഗനൈസേഷൻ അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഡിഫറെന്റ് ഓർഗനൈസേഷൻസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈമുകളിലാണ് ഈ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് പല ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ SOF ആണ്, അഥവാ സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ. ഈ SOF എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ, സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷന്റെ ഈ പറയപ്പെട്ട ഒളിമ്പ്യാഡ് കണ്ടക്ട് ചെയ്യപ്പെടുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു ഡിസംബർ ആണ്. സെപ്റ്റംബർ ടു ഡിസംബർ. ഇവിടെ വരുന്ന ഡിഫറൻസ്, ഇതുവരെ നമുക്ക് 8 to 12 ആയിരുന്നു എലിജിബിലിറ്റി എങ്കിൽ ഇവിടെ 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ഒളിമ്പ്യാഡിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഏതൊക്കെയാണ് SOFന്റെ അണ്ടറിൽ നടക്കുന്ന ഒളിമ്പ്യാഡുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. SOF ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡ്, അതുപോലെ തന്നെ SOF ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്, SOF ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കൊമേഴ്സ് ഒളിമ്പ്യാഡ്, ജനറൽ നോളജ് ഒളിമ്പ്യാഡ്, അതുപോലെ സോഷ്യൽ സ്റ്റഡീസ് ഒളിമ്പ്യാഡ് ആൻഡ് ഹിന്ദി ഒളിമ്പ്യാഡ്. അപ്പം മറ്റ് ആദ്യമേ പറഞ്ഞ മാത്സ് ആൻഡ് സയൻസുകളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി പോലുള്ള ലാംഗ്വേജുകളും സോഷ്യൽ സ്റ്റഡീസ്, കൊമേഴ്സ് പോലുള്ള ഡിഫറെന്റ് ഏരിയകളുടെ ഒക്കെയും ഒളിമ്പ്യാഡ്സ് ഏതിന്റെ അണ്ടറിൽ നടക്കാറുണ്ട്? SOFന്റെ അണ്ടറിൽ നടക്കാറുണ്ട്. ഇത്തരത്തിലുള്ള 8 ഡിഫറെന്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡുകളാണ് SOFന്റെ അണ്ടറിൽ നടക്കാറുള്ളത്. ഓക്കെ, ആൻഡ് ഇതിൽ സ്റ്റേജ് 1 ആയിട്ടാണ് ഈ 8 ഒളിമ്പ്യാഡുകൾ നടക്കാറുള്ളത്. ഇതിൽ 3 എണ്ണത്തിന് മാത്രമേ സെക്കൻഡ് സ്റ്റേജ് ഉള്ളൂ. ബാക്കിയെല്ലാം ഒറ്റ സ്റ്റേജോട് കൂടി അവസാനിക്കും. 3 ഒളിമ്പ്യാഡുകൾക്ക് മാത്രമേ സെക്കൻഡ് സ്റ്റേജ് ഉള്ളൂ. ദാറ്റ് ഈസ് ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് സയൻസ്. ഇതിലെ മാത്സിനും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ സയൻസിനും എന്തുണ്ട്, സെക്കൻഡ് സ്റ്റേജ് കൂടിയുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഒരൊറ്റ സ്റ്റേജിലാണ് എന്ത് ചെയ്യാറുള്ളത്, കണ്ടക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, എങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട ഒളിമ്പ്യാഡാണ് സിൽവർ സോൺ സ്റ്റെം ഇന്നോവേഷൻ ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. സിൽവർ സോൺ സ്റ്റെം ഇന്നോവേഷൻ ഒളിമ്പ്യാഡ്. ഇത് നടത്തപ്പെടുന്ന ഈ ഒളിമ്പ്യാഡ് കണ്ടക്ട് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് ഒക്ടോബർ ടു ഡിസംബർ ആണ്. ഇവിടെയും ഈ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കാവുന്ന ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് 1 to 10 ആണ്. ക്ലാസ് 1 to 10 കുട്ടികളാണ് സിൽവർ സോൺ സ്റ്റെം ഇന്നോവേഷൻ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ICSI. ICSI എന്ന് പറയുന്ന ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ഒളിമ്പ്യാഡ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒളിമ്പ്യാഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓഫ് മാത്തമാറ്റിക്സ്, ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓഫ് സയൻസ്, ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓഫ് ജനറൽ നോളജ്. ഇവിടെ നോക്കിയേ, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം കൂടി ഈ ഒളിമ്പ്യാഡിൽ എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു. അത്തരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡുകൾ കണ്ടക്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ആണ് ഈ പറഞ്ഞ സിൽവർ സോൺ സ്റ്റെം ഇന്നോവേഷൻ ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്.
ആൻഡ് അടുത്തതായിട്ട് നമുക്ക് പറയാം യൂണിഫൈഡ് കൗൺസിൽ ഒളിമ്പ്യാഡ്സ്. യൂണിഫൈഡ് കൗൺസിൽ ഒളിമ്പ്യാഡ്സും 1 to 10 വരെയുള്ള ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ആൻഡ് അതിലും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം നാഷണൽ ലെവൽ സയൻസ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. അപ്പൊ സയൻസിൽ ഒളിമ്പ്യാഡ് ഉണ്ട്, ആൻഡ് യൂണിഫൈഡ് ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് മാത്സിലുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലുണ്ട്, ആൻഡ് UCO യൂണിഫൈഡ് സൈബർ ഒളിമ്പ്യാഡ്, ആൻഡ് USO യൂണിഫൈഡ് സോഷ്യൽ സ്റ്റഡീസ് ഒളിമ്പ്യാഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറലി ഉള്ള മാത്സ് ആൻഡ് സയൻസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് പുതിയ പുതിയ ടൈപ്പ് ഓഫ് ഒളിമ്പ്യാഡുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡുകൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് എജുപോർട്ടിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറയപ്പെട്ട മാത്സ് സയൻസ് പോലുള്ള ഒളിമ്പ്യാഡുകളിലൊക്കെ ഏറ്റവും ബെസ്റ്റായി പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫാക്കൾട്ടി ലൈനപ്പോട് കൂടി IITians-ഉം NITians-ഉം ഡോക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാക്കൾട്ടി ലൈനപ്പോട് കൂടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസിലൂടെ കൂടി നിങ്ങളെ ഈ പറയപ്പെട്ട ഒളിമ്പ്യാഡ്സ് അടക്കമുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അത്രയും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് മറ്റൊരിടത്തും കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ നമ്മൾ അത്രയും ടോപ്പ് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് നമ്മളുടെ ലോജിക്കൽ എബിലിറ്റിയും നമ്മളുടെ റീസണിങ് എബിലിറ്റിയും ഒക്കെ നമ്മൾ ഇങ്ങനെ അപ്സ്കിൽ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവസാനം ഒളിമ്പ്യാഡുകൾ അടക്കം ക്വാളിഫൈ ചെയ്യാനുള്ള ലെവലിലേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു ബാച്ചായിട്ട് ഈ ഫൗണ്ടേഷൻ ബാച്ച് മാറുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി. ഒളിമ്പ്യാഡുകൾ മാത്രമല്ല, മറ്റെന്തെല്ലാം പ്രസ്റ്റീജിയസ് എക്സാം ഉണ്ടോ അതിലേക്ക് നിങ്ങൾ അവൈലബിൾ ആക്കി, നിങ്ങളെ ഏറ്റവും സെറ്റ് ആക്കിക്കൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ആക്കുന്ന രീതിയിൽ ഉള്ള ഒരു ബാച്ചായിട്ട് ഈ ഫൗണ്ടേഷൻ കോഴ്സ് മാറും. സോ രജിസ്റ്റർ നൗ.